എടാ ഗൗഡേ, ഗൗഡേ ഇല്ലടാ. The cargo has come in this morning, sir. Yes. I'll send the data concern to the head office. Right away, sir. ചോദിച്ചത് കേട്ടില്ലടി നായിന്റെ മോളെ. ഗൗഡേ ഇല്ലേന്ന്. I'll call you back, sir. Yes. ഗൗഡേനെ കാണാനാണ്. മൂസ, മൂസ ഫ്രം ബേപ്പൂർ. Sorry, sir. You have no appointment. ഉമ്മാന്റെ അപ്പോയിന്റ്മെന്റ്. എടി പെണ്ണെ, ഈ കുന്തമെടുത്ത് വിളിച്ചു പറയും ഗൗഡേനെ കാണാൻ ബേപ്പൂരിന്ന് മൂസാക്കുട്ടി വന്നിരിക്കുന്നു. മുഴിച്ചു നോക്കാതെ വിളിച്ചു പറയുന്നേ. ഗൗഡയല്ല, അവന്റെ ബാപ്പ സമ്മതിക്കും. മൂസാക്ക, ശേവറേ, എവിടെടാ എന്റെ ബോസ്? നമ്മളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഒരു മിനിറ്റ് വരൂ. മൂസാക്ക, ദേവി നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. പോടാ. എവിടെടാ ഗൗഡ? മൂസാക്ക, ഇപ്പൊ കാണാൻ പറ്റില്ല, ബോസ് വീട്ടിലാണ്. കാണണ വേണ്ടെന്ന് മൂസായി ചെയ്യിക്കും. ഉമ്മാന്റെ ഒരു ബോസ്. நல்லா இருக்கு. எத்தனை லோட் ചോദിക്കുന്നുണ്ട് തിരുച്ചൂർ പാർട്ടി? 50 ലോഡ്. 10 ലോഡ് ആദ്യം. ഡീലിങ്സ് കറക്റ്റ് ആയിരുന്ന മീതി. അല്ല, അവര് 50 ലോഡിന് അഡ്വാൻസ് ക്യാഷും കൊണ്ട് അവിടെ ആള് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാടാ കമ്മീഷൻ വെട്ടിട്ടീங்களா? ഏയ് அப்பா. அடடடட வாடா 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 மோனே வாடா. இன்னைக்கு அவனது பிறந்த நாள், பர்த்டே. ஏண்டா மோனே, சோறு ரெடியா? ரெடி. வா வாடா. ആ ചൊല്ലടാ മോനെ. ആ ആ ആ ആ. ഗൗഡേ, ഇറങ്ങി വാടാ പന്നി. അതിന്റെ മോനെ ഇറങ്ങി വരാൻ. മൂസാക്ക, എന്താ ഇത്? വേണ്ട മൂസാക്ക. പന്നികളെ ഇറങ്ങി വരികടാ. ഈ നമ്മളെ തൈഞ്ഞല്ലേ? ഈ എന്നെ തൈഞ്ഞിട്ട് തൃശ്ശൂരുകാരി ഏട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു അല്ലേടാ? നമുക്ക് ഇതാ മൂസക്ക, ഇത് വീട്, ബിസിനസ് ഓഫീസിലെ. ഇവിടെ വേണ്ട. അന്റെ ഒരു ആഫീസ്. ഗൗഡേ, ഈ എനിക്ക് സ്പിരിറ്റ് തരണം. ഒരു 50 ലോഡ്. മൂസക്ക, ചെക്ക് പോസ്റ്റിൽ പിടിച്ചുപോയി എക്സ്ക്യൂസ് പറഞ്ഞ കണക്കില് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ട്. ആദ്യം അത് ഇരട്ടെ, എന്നിട്ട് മതി ബാക്കി ഇടപാട്. അന്റെ ഈ ബോസിന് 2 ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് 1000 രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനാ ഈ മൂസ. എന്റെ ഒരു ലക്ഷം ഒന്ന് പോളായി മാറേ. എടാ കൃഷ്ണ, എടാ ഈ ലക്ഷം എന്നൊക്കെ കേട്ടാല് മൂസ കിടുങ്ങത്തില്ല, പച്ചക്കിത ഇവൻ കിടുങ്ങും. കിടുങ്ങിയിട്ടുണ്ട്. അന്നിവന്റെ ഇത്രയും മുഴുപ്പുള്ള സൂര്യദേവരാജ ഗൗഡിയൊന്നും അല്ല. എന്റെ ലോറിയിലെ വെറും കിളിയാണ്, കിളി. വെറും ദേവരായൻ. അന്നെന്റെ ബെൽറ്റ് തിരികെ 100ന്റെ നോട്ട് കണ്ടിട്ട് ഇവന് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ. അന്റെ പുച്ഛമുണ്ടല്ല, അത് മൂസോട് വേണ്ട. അതങ്ങ് കുഞ്ഞബ്ദുലിന്റെ അവിടെ വെച്ചാ മതി. കുട്ടു, വാളയാർച്ചുരത്തിൽ ക്ലിയറിംഗും കാത്ത് കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് മൂസാന്റെ കൈ പണം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഇവിളെയും കൂടി തന്നേനെ, ഈ ബാസന്തിനെ. ഇല്ലടാ? അടാ നായേ, അന്റെ ഒറ്റ വണ്ടി പോലും ചൊരവിറങ്ങി കേരളത്തിൽ കേറൂലടാ. ഈ മൂസ കേറ്റൂല. അയാൾ അമ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്തിനാ അയാൾ ഇങ്ങനെ അടിക്കുന്നത്?
എടാ എന്തായി? ഈ നാട്ടില് സ്പിരിറ്റിന്റെ കച്ചവടമുള്ള സകല തെണ്ടിന്റെയും പടി നിറങ്ങിട്ട ഞമ്മള് പിന്നെയും വന്നത്. നീയും കൂടി നമ്മളെ സഹായിച്ചില്ലെങ്കിലേ. മുസക്ക, ഞാൻ പറഞ്ഞല്ലോ, ഗൗഡയുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ പുല്ലി. എടോ ശ്രീരാമ, ഇവിടെ ഞമ്മക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഞമ്മക്ക് നിൽക്കാൻ പറ്റൂല. അതാ മക്കളെ നമ്മുടെ കണ്ടീഷൻ. മൂസാക്കാന്റെ ജീവരക്ഷയെ കരുതിയാ ഞാൻ പറയുന്നത്. രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഹിമാറെ? തിരിച്ച് പെറ്റുമാന്റെ ബൈക്കിലോട്ട് കയറി പോണ? അല്ല, മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ? നമുക്ക് അത് വെച്ച് ഗൗഡി ഒന്ന് വരട്ടി. ഇജ്ജവനെ വരട്ടണ്ട. നോക്ക്, എന്റെ ഈ കാശുണ്ടായിരുന്ന കാലത്ത് അനക്കും ഗവിടക്കൊക്കെ ഞാൻ ബാരിക്കൂരി തന്നിട്ടുണ്ട്. എനക്കറിയാലോ. ഇന്ന് അവന് കാണുന്ന നിലയും വിലയൊക്കെ ഈ മൂസാനെ കൊണ്ടുണ്ടാക്കിയതാ. എന്നിട്ട് ഞമ്മക്കൊരു കഷ്ടകാലം വന്നപ്പോ ഓൻ നമ്മുടെ മോന്തിക്കെട്ടി ചവിട്ടി. നന്ദി കെട്ട നായിന്റെ മോൻ. മൂസക്ക ഇത് കണ്ടല്ലോ, 10-25 കൊല്ലം നിഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡ തന്ന പ്രതിഫലമാണ്. തെറ്റിപ്പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയതവൻ ഒന്നല്ല പലതവണ. ചാവാതെ രക്ഷപ്പെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടൊന്നുമല്ല, ഈ വരയുടെ നേരുകൊണ്ടാ. മുസക്ക, ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാ എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ ഈ ഫാം തുടങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. മൂസക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും? ഒരുപാട് കടമുണ്ടോ ശിവരാമ? തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചെല്ലാൻ ഈ മൂസാക്കിനി കഴിയൂല. ഈ എനിക്കൊരു കുഞ്ഞു സഹായം ചെയ്യണം. വഴിയരികിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്ത് കിടക്കുന്നെന്ന് അറിഞ്ഞാല് എന്റെ മയ്യത്ത് എന്റെ പുറയിലെത്തിച്ചു കൊടുക്കണം. എന്റെ ബേബിന്റെ അടുത്ത്, എന്റെ മോള് കുഞ്ഞുപാത്തുമാന്റെ അടുത്ത്. ഈ കണ്ടിട്ടില്ലേ ഓളെ? ഈ ചെറുവരലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് നടന്നിട്ടില്ലേ? എടോ, ഓളിപ്പോ ഒരുപാടങ്ങ് വളർന്നു വലുതായി പോയടോ. അപ്പേ വളയിലും കഴിഞ്ഞ് നിൽക്കുക. എന്റെ മയ്യത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞു പാത്തുമാട് പറയണം, ഓളെ നിക്കാഹ് കഴിച്ചയക്കാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടെ ബാപ്പ ഒരുപാട് ശ്രമിച്ചു എന്ന്, എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയിന്ന്. ഓളോട് നീ പറയണം, ഓടെ ബാപ്പ തോറ്റുപോയിന്ന്. മുസക്ക, ഇത് മുരുകൻ, എന്റെ പാർട്ണറാ. അസ്സലാമു അലൈക്കും. ഞമ്മള് അറിയാം, പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട്. അന്ന് എന്റെ അപ്പൻ ഗൗഡയുടെ ഡ്രൈവറായിരുന്നു, പഴനി. ഓഹോ, പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ? കൊന്നുകളഞ്ഞു. ഗൗഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാ അവകാശമുള്ളത്? ഒറ്റുകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഗൗഡ വിശ്വസിച്ചു. കാലത്ത് പണിക്ക് പോയ അപ്പന്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങളാരും. മുരുക, മൂസക്കായ്ക്ക് കുറച്ച് ചരക്ക് വേണം. നീ അവളെ ഒന്ന് വിളിക്ക്. സാന്ദ്രേ,